ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഏറ്റവും പുതിയ ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. എന്താണ്? സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഏതിൻ്റെയാണ്? ഖാദി ബോർഡ് എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ എത്ര മാർക്കുള്ളവർക്കാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്? നിലവിൽ എത്ര ഒഴിവുകളുണ്ട്? കഴിഞ്ഞ ലിസ്റ്റിലെ നിയമന നില എത്രയാണ്? കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഖാദി ബോർഡ് എൽ ഡി സിയുടെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ് പലർക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. പ്ലീസ് അപ്ലോഡ് ദ ക്ലിയർ ഇമേജസ് ഓഫ് ദ ഫോളോയിങ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ടു യുവർ പ്രൊഫൈൽ ഓർ ബിഫോർ 24/12/2024. അപ്പൊ 24/12/2024 മുമ്പായിട്ട് എന്താണ് ഇതിന്റെ ക്ലാരിറ്റിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ഒറിജിനൽ ഡോക്യുമെന്റ്സിൻ്റെ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ദ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഓർ അക്കൗണ്ടന്റ്, കാഷ്യർ ഓർ ക്ലർക്ക് കം അക്കൗണ്ടന്റ്, സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് എന്നിങ്ങനെയാണ്. കാറ്റഗറി നമ്പർ 054/2022 ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ്. അതിലൊന്ന് 10th സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്, 2 ID അത് ആധാർ ആണ് പറയുന്നത്, 3 കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC/ST കാൻഡിഡേറ്റ്സ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന SC/ST സർട്ടിഫിക്കറ്റ്, നോൺ ക്രീം ലെയർ സർട്ടിഫിക്കറ്റ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് ഇഷ്യൂഡ് ബൈ വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു നോൺ ക്രീം ലെയർ സർട്ടിഫിക്കറ്റ്. അതുപോലെ EWS കാൻഡിഡേറ്റ്സിന് മസ്റ്റ് പ്രൊഡ്യൂസ് EWS സർട്ടിഫിക്കറ്റ് ഇൻ അനക്ഷർ 1 റിസർവേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സർവീസ് സർട്ടിഫിക്കറ്റ് ഫോർ സർവീസ് കാൻഡിഡേറ്റ്സ് ഇഫ് നീഡഡ്. പിന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ്. റിസീവിംഗ് ദിസ് മെസ്സേജ് ഡു നോട്ട് കൺഫർ എനി റൈറ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ ലിസ്റ്റ്. അതായത് ഈ മെസ്സേജ് കിട്ടിയ ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹൂ ക്ലെയിം ഇക്വിവാലന്റ് ക്വാളിഫിക്കേഷൻ ഷാൽ അപ്ലോഡ് റെലവന്റ് ഗവൺമെന്റ് ഓർഡർ. ഇഫ് യു ഹാവ് ഓൾറെഡി അപ്ലോഡ് ദ സർട്ടിഫിക്കറ്റ് നോ നീഡ് ടു അപ്ലോഡ് ദ സെയിം അഗെയിൻ. അതായത് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എൻക്വയറിക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്. 17/12/2024 മെസ്സേജ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് പരിശോധിച്ച് നോക്കുക. ഇപ്പം നമുക്ക് അല്ലാതെയുള്ള മെസ്സേജുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ ഇപ്പോൾ വരുന്നത് കുറവാണ്. അതുകൊണ്ട് എല്ലാവരും പ്രൊഫൈൽ ഇടക്കിടക്ക് ഒന്ന് കയറി നോക്കേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നോക്കാം, കഴിഞ്ഞ ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 84 മാർക്കായിരുന്നു. അപ്പൊ കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫ് 84 മാർക്കായിരുന്നു. അന്ന് 11/2/2020 ഇതിന്റെ ഒരു പരീക്ഷ അന്ന് നടന്ന് റാങ്ക് ലിസ്റ്റ് വന്നത്. അന്ന് ഇതുവരെ 158 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അതായത് 158 അഡ്വൈസ് ആണ്. 3/2/2023 അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത്. അതായത് 3/2/2021 ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. ഈ റാങ്ക് ലിസ്റ്റ് എന്താണ് കാലാവധി കഴിഞ്ഞത്? 3/2/2023 158 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അന്ന് ആകെ മെയിൻ ലിസ്റ്റിൽ 139 പേരാണ് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 139 പേരാണ്. ആ മുഴുവൻ ആളുകൾക്കും എന്താണ് ഇവിടെ പിന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ഈഴവ സപ്ലിയിലുള്ള 3ാമത്തെ വ്യക്തി, SC ST മുഴുവൻ ആൾക്കും കിട്ടിയിട്ടുണ്ട്. മുസ്ലിം സപ്ലിയിൽ 14ാം റാങ്കുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. LCI സപ്ലിയിൽ 2ാമത്തെ റാങ്കുകാരന്, OBC വിത്തിന് OCയിലാണ് പോയിരിക്കുന്നത്. വിശ്വകർമ്മ സപ്ലിയിൽ 2ാമത്തെ ആൾക്ക്, SIUC നാടാറ് വിത്തിൻ ഓപ്പണിൽ, SCC സപ്ലിയിൽ 2ാമത്തെ വ്യക്തി, ധീവര വിത്തിൻ OC, ഹിന്ദു നാടാർ സപ്ലിയിൽ 3ാമത്തെ റാങ്ക്, LV 1, HI 1, LDCP എല്ലാം എന്നിങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിന്റെ നിയമനം എന്ന് പറയുന്നത്. ആകെ 139 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 158 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ 84 ഇപ്പൊ 77 മാർക്കുള്ള ഒരാൾക്ക് എന്താണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ EWS ഉള്ള ആളാണെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. EWS ഉള്ള ആളാണ്. 77 മാർക്കുള്ള ഒരാൾക്ക് അഡ്വൈസ് വന്നതായി നമുക്ക് അറിവായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കട്ട് ഓഫ് എന്ന് പറയുന്നത് 77 മുകളിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 84 ആണെങ്കിൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. 79നും 86നും ഇടയിൽ തന്നെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയാണ്. 77 മുകളിലുള്ള EWSകാരാണെങ്കിൽ ഈ റേഞ്ച് നോക്കുക. അല്ലാത്ത ആളുകൾ എന്താണ് ഒരു 78 79 മുകളിലേക്ക് മാർക്ക് നോക്കിയാൽ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളൂ. കാരണം കഴിഞ്ഞ കട്ട് ഓഫ് 84 എന്നിട്ടും 139 പേരെ ആഡ് ചെയ്തെങ്കിൽ ഇത്തവണ ആ ഒരു 78നും 84നും ഇടയിൽ തന്നെ കൂട്ടി 84നും ഇടയിൽ തന്നെ വന്നാൽ പോലും ഏകദേശം ഇത്തവണ ഒരു മെയിൻ ലിസ്റ്റിൽ നമുക്ക് ഒരു 140നും
180 ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുള്ളൂ. 140 180 ആളുകളെ ആയിരിക്കും ഇത്തവണ മിക്കവാറും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത. കുറച്ച് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും, കാരണം ആ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആളുകളെ എടുത്തതുകൊണ്ട് കുറച്ചധികം ആളുകളെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പോലും 180 മുകളിലേക്ക് ഒരു മെയിൻ ലിസ്റ്റ് വരാൻ സാധ്യത നമുക്ക് കാണാൻ സാധിക്കില്ല. ആകെ എന്ന് പറയുന്നത് ചിലപ്പം ഏകദേശം ഒരു 500 താഴെ ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കണം. ടോട്ടലായിട്ട് 500 താഴെ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ. കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണെന്ന് ഓർക്കുക. അങ്ങനെ വരുമ്പോൾ 500 താഴെ ആളുകളെ, 400 താഴെയൊക്കെ നോക്കിയാൽ മതി, ആ റേഞ്ചിൽ ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കൂ. അങ്ങനെ വരുമ്പോൾ 140 180 200 താഴെ ആളുകളെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കൂ. അത് ഈ 140 180 ഇടയിലായിരിക്കാം. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് റേഞ്ച് ഇതായിരിക്കും. 77 EWS ഉള്ള ആളുകൾക്ക് വന്നു. അതിനുശേഷം വന്ന ആളുകൾ 75 മാർക്ക് 76 മാർക്കുള്ള ആളുകൾക്കാർക്കും വന്നിട്ടില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 78 മുകളിലായിരിക്കും കട്ട് ഓഫ് വരാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതുവരെ, അതായത് 3/2/2023 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടത്. അതോടുകൂടി അതിൽ നിയമസാധ്യത ഇല്ലാതായി മാറി. കാരണം മുഴുവൻ ആളുകൾ മെയിൻ ലിസ്റ്റിൽ എടുക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം, അതായത് 3/2/2023 ശേഷം ഇതാ 20/4/2023 മുതൽ 14/10/2024 വരെ നമുക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അത് 6 NJDയും ബാക്കിയെല്ലാം ഫ്രഷ് വേക്കൻസിയുമാണ്. അങ്ങനെ 11, 12, 13, 17, 18, 20, 25 വേക്കൻസികൾ, 25 വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ നിലവിൽ 25 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 25 പേർക്ക്, ആ റാങ്ക് ലിസ്റ്റിലുള്ള ആദ്യമല്ല, അതിൽ സംവരണവും എല്ലാം ഉൾപ്പെടുത്തിയാണ്. അങ്ങനെ 25 പേർക്ക് പെട്ടെന്ന് തന്നെ നിയമനം ലഭിക്കുകയും ചെയ്യും. ആദ്യത്തെ 1-2 മാസം കൊണ്ട് അവർക്ക് നിയമനം ലഭിക്കുക. കാരണം 25 വേക്കൻസികൾ കിടക്കുന്നുണ്ട്. അതിൽ 6 എണ്ണം NJD വേക്കൻസിയാണ്, 6 എണ്ണം നോൺ ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസിയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ബാക്കി 19 എണ്ണം ഫ്രഷ് വേക്കൻസിയാണ്. ഓക്കെ, ഫ്രഷ് വേക്കൻസി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 25 വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇനി 14/10 അവസാനമായി റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം എന്തെങ്കിലും ഒഴിവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 25 ഒഴിവുകൾ നിലവിൽ നമ്മുടെ കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ LDCയുമായി ബന്ധപ്പെട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 25 പേർക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഈ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് വന്നെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ വളരെ വ്യക്തതയോടുകൂടി അപ്ലോഡ് ചെയ്യുക. ഓൾറെഡി അപ്ലോഡ് ചെയ്ത ആളുകളാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക്